ഹരേ കൃഷ്ണ, രാധേ രാധേ. ആംലക്കി ഏകാദശിയുടെ ദിവസമാണ് വിഷ്ണുവിന് പ്രിയങ്കരിയായ ആംല അഥവാ കാട്ടുനെല്ലിയുടെ ഉൽപ്പത്തി ഉണ്ടായത്. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ തപസ്യയിൽ പ്രസന്നനായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇതേ സമയം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വാത്സല്യത്താൽ വെള്ളം നിറഞ്ഞ് ആ വെള്ളം ഭൂമിയിൽ വീണു. ഈ കണ്ണുനീർ ഭൂമിയിൽ വീണതിൽ നിന്നാണ് കാട്ടുനെല്ലി വൃക്ഷം ഉണ്ടായത് എന്ന് ഒരു ഐതിഹ്യം. ഇതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, വിഷ്ണു ഭഗവാന്റെ വായിൽ നിന്നും തെറിച്ച് വീണ ഒരു ചെറിയ തുപ്പലിൻ്റെ അത് കൊണ്ടിട്ടാണ് കാട്ടുനെല്ലി മരം വന്നതെന്ന്. അതായത് വായിൽ നിന്നും തെറിച്ച് വീണ ആ തുപ്പലിൽ നിന്നാണ് കാട്ടുനെല്ലി മരം ഉത്ഭവിച്ചതെന്ന് എന്നൊരു കഥ കൂടിയുണ്ട്. ഈ രണ്ട് കഥകളും കേൾക്കുമ്പോൾ മനസ്സിലാകും കാട്ടുനെല്ലിയുടെ ഉൽപ്പത്തിയും വിഷ്ണു ഭഗവാനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന്. ഇതുകൊണ്ടാണ് കാട്ടുനെല്ലി പവിത്രവും പൂജിക്കുന്ന ഒരു വൃക്ഷവും ആയത്. ഈ ആംലക്കി ഏകാദശി ദിവസം നിങ്ങൾ ഈ കാട്ടുനെല്ലി വൃക്ഷത്തിന് ചുവട്ടിൽ അതിന് പുഷ്പവും ഗന്ധവും ധൂപവും ദീപവും കൊണ്ട് കാട്ടുനെല്ലി വൃക്ഷത്തെ ആരാധിക്കുന്നത് വിഷ്ണു ഭഗവാന് വളരെ പ്രിയങ്കരമാണ്. അപ്പോൾ ആംലക്കി ഏകാദശി എന്ന് മാത്രമല്ല, ആ ഏകാദശിക്ക് പേര് രംഗഭരി ഏകാദശി എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. കാരണം ഹോളിക്ക് മുന്നുള്ള ഏകാദശിയാണിത്. ഹോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിറങ്ങളുടെ ഉത്സവമാണ്. ഹോളിക്ക് മുമ്പുള്ള ഏകാദശി, അതായത് രംഗഭരി ഏകാദശി എന്നുകൂടി ഇതിന് പേരുണ്ട്. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഇത്. ഇതിന് വളരെയേറെ വിശേഷമുള്ള ഒരു ഏകാദശി കൂടിയാണ്. ഇതേ ദിവസം വൃന്ദാവനത്തിൽ എത്ര രാധാകൃഷ്ണന്മാരുടെ അമ്പലമുണ്ടോ, അതായത് മന്ദിരമുണ്ടോ, ആ എല്ലാ അമ്പലത്തിലും ഭഗവാന് ഹോളി കളിപ്പിക്കും, ഭഗവാനെയും രാധാറാണിയെയും. ഈ ഏകാദശി ഹോളിക്ക് മുൻപാണ് വരുന്നത്. അതുകൊണ്ട് രംഗഭരി ഏകാദശി എന്നുകൂടി പേരുണ്ടിതിന്. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, ഏതൊരു വ്യക്തി ഈ ഏകാദശി ശ്രദ്ധയോടും ഭക്തിയോടും അതിൻ്റെ എല്ലാ വിധികളും നോക്കിയെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിഷ്ണു ലോകത്തിൽ പോകാൻ കഴിയും.